മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2023 ഡിസംബർ 28 ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. 2024 ഫെബ്രുവരി 5 വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. ഭൂമി, പ്രോപ്പർട്ടി, വാഹനം, ധൈര്യം, ശൗര്യം, സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ. ചൊവ്വ വൃശ്ചികം, മേടം എന്നീ രാശികളുടെ അധിപനാണ്. മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ്. ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ്. ചൊവ്വയുടെ ദൃഷ്ടി 3 ഭാവങ്ങളിൽ പതിക്കും. ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട്. അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട്. ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട്. അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വയും നിൽക്കുകയാണ്. ഇങ്ങനെ 2 ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ്. ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. കന്നിരാശിക്കാരുടെ 3ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ. നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. ചൊവ്വ 4ാം ഭാവത്തിൽ മിക്സ് ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് പ്രോപ്പർട്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. പുതിയ വീട് പണിയാനോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇത് ഉചിത സമയമായിരിക്കും. വാഹനം മേടിക്കാനും സാധിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതുമായിരിക്കും. ചൊവ്വ 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും. അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. നിൽക്കുന്നത് അഗ്നിതത്വ രാശിയിലുമാണ്. ഇത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ്, ക്രോധം വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് കുടുംബത്ത് മറ്റുള്ളവരുമായി കലഹങ്ങളോ മറ്റും ഉണ്ടാകാനും ഇടയാകും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. 4ാം ഭാവത്തിൽ ഇങ്ങനെ ചൊവ്വ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത്. ചൊവ്വ 8ാം ഭാവാധിപനാണ്. 4ലാണ് നിൽക്കുന്നത്. 8ാം ഭാവം കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 4ാം സ്ഥാനം പ്രോപ്പർട്ടിയുമായും. കുടുംബസ്വത്ത് ലഭിക്കാനോ കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുവാനോ യോഗമുണ്ടാകും. അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകുവാനും സാധ്യതകളുണ്ട്. ചൊവ്വ 3ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് കുടുംബാംഗങ്ങളുമൊത്ത് യാത്രകൾ ചെയ്യുവാൻ യോഗമുണ്ടാകും. ഈ സമയത്ത് സഹോദരങ്ങളുമായി വാദവിവാദങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ബന്ധത്തിൽ ചിലപ്പോൾ വിള്ളലുകളും വരാൻ സാധ്യതകളുണ്ട്. ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത് 7ാം ഭാവത്തിലാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും. എന്തെങ്കിലും കാരണവശാൽ ദമ്പതികൾ തമ്മിൽ തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകും. നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നവും ഉണ്ടാകും. ഈ സമയത്ത് അന്യോന്യം നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം പെരുമാറുവാൻ. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ. ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്.
ജോബ് സംബന്ധമായി കൂടുതൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ ശരീരക്ഷീണവും മറ്റും അനുഭവപ്പെടും. ഇത് കരിയറിനെയും ചിലപ്പോൾ ബാധിക്കുവാൻ സാധ്യതകളുണ്ട്. ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. 8ാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകളും മറ്റും റിലീസാകുന്നതായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങളും അന്വേഷിക്കുന്നതായിരിക്കും. ചൊവ്വയും ഗുരുവും ചേർന്ന് നിർമ്മിക്കുന്ന പരിവർത്തനയോഗം നിങ്ങൾക്ക് അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും. 4ഉം 8ഉം ഭാവങ്ങൾ മോക്ഷ ത്രികോണ സ്ഥാനങ്ങളാണ്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു വിരക്തി അനുഭവപ്പെടുന്നതായിരിക്കും. ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.